ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ നാട്ടിലെത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖത്ത് കടന്നലി കുത്തിയതൊന്നും അല്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ പല്ലുവേദന ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഇന്നലെ അതായത് ഉച്ചയ്ക്ക് മുന്നേ ഉച്ചയായപ്പോഴത്തേക്ക് എത്തിയിട്ട് അതിന് ശേഷം വൈകിട്ട് വരെയും പറമ്പിലൂടെയൊക്കെ ഓടി നടക്കുമായിരുന്നു. പിന്നെ അത് പോരാണ്ട് എൻ്റെ ആർത്തി സഹിക്കാൻ വയ്യാണ്ട് വഴിയിൽ കണ്ട കായ്കളൊക്കെ പാഷൻ ഫ്രൂട്ടോ പേരയ്ക്ക ഏതാണ്ടൊക്കെ കടിച്ചു പറിച്ച് തിന്നു. കടിക്കാൻ വയ്യായിരുന്നു, എങ്കിലും ഒരു സന്തോഷം കാരണം എങ്ങനെയൊക്കെയോ കടിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ ആണെന്ന് തോന്നുന്നു. രാത്രിയായിട്ട് എനിക്ക് ഉറങ്ങാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചിട്ടൊന്നും എഫക്റ്റീവ് ആയില്ല. അപ്പോയിൻമെൻറ്റ് ഇന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കാരിത്താസിലാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇന്ന് പോകണം, രാവിലെ പോകണം. പക്ഷേ രാത്രി ഒന്ന് വെളുപ്പിച്ചെടുത്തത് ഒരു വഴിക്കാണ്. അപ്പോൾ ഞാനൊരു 3:30 ആയപ്പോഴത്തേക്കും 3:30 വരെയൊക്കെ ഒരു നേരത്തെ ഇങ്ങനെ പിടിച്ച് ഇരുന്നു. 3:30 ആയപ്പോഴത്തേക്കും തന്നെ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ പോയി പപ്പേനെ ഉറങ്ങിക്കിടന്ന പപ്പേനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയേക്കുവാണ്. കട്ടൻ കാപ്പിയൊക്കെ ഓഫർ ചെയ്ത് പപ്പേനെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഞാനും കൂടത്തിൽ കട്ടൻ കാപ്പിയൊക്കെ ഒന്ന് കുടിക്കുന്നുണ്ട്. ഇപ്പം നീരങ്ങോട്ട് കൂടിയിട്ട് എനിക്ക് ഒന്നിൻ്റെയും ടേസ്റ്റും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു പരുവത്തിലായി. എന്നാലും ഞാനും കൂടത്തിൽ കുടിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഏലക്കയും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടിച്ചിട്ടിട്ടുള്ള നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്നൊരു കാപ്പി ഉണ്ടല്ലോ, ആ കാപ്പിയാണ് കേട്ടോ. അപ്പം അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി വർഷങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടല്ലോ. അപ്പം നിങ്ങൾ രണ്ടുപേരും വാതോരാതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ടി വി അവിടെ ഇരുന്ന് ചലിക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം ടി വി ഓണായിരുന്നു. ഞാൻ കുറച്ച് പഴയ സിനിമകളൊക്കെ എന്തൊക്കെയോ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. പക്ഷേ എനിക്കൊന്നിലും ശ്രദ്ധയില്ലായിരുന്നു. എനിക്ക് ഒരു വേദനയും മൊത്തം എനിക്കൊരു തലയുടെ സൈഡ് ഫുള്ള് പെയിനായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയാണ് ആ ഒരു ദിവസം ഒന്ന് വെളുപ്പിച്ചെടുത്തത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പപ്പേനെ ഉറക്കിയില്ല എന്നുള്ളത് ഒരു കാര്യം. മമ്മി പിന്നെ ഇതൊന്നും അറിഞ്ഞില്ല. മമ്മി അകത്ത് കിടന്ന് കൂർക്കം വലിച്ച് കിടന്ന് ഉറക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് വേദന കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മമ്മി ക്ഷീണം കാരണം അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം ചൂട് വേറൊരു വഴിക്ക്, ചൂടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. മാർച്ചിലാണ് ഇത് ഈ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അന്നത്തെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ വന്ന സമയത്ത് എൻ്റെ 40 ഒക്കെ ടെമ്പറേച്ചർ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ചൂട് ഫാനൊന്നും ഇട്ടിട്ട് അതൊന്നും ഏൽക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ മെയിൻ ഡോറൊക്കെ തുറന്നിട്ടിട്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറൊക്കെ തുറന്നിട്ടിരുന്നപ്പോൾ ഈ ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് ചെറിയൊരു പേടി തോന്നി. അങ്ങനെ പണ്ടത്തെ ഒരു കാലമൊന്നുമല്ല. പണ്ടൊക്കെ ജനൽ തുറന്നിട്ട് കിടക്കാനും ഒന്നും പേടിക്കാനില്ലായിരുന്നു. ഇപ്പം നമുക്കറിയില്ലല്ലോ, ഒത്തിരി നാട്ടിലൊക്കെ ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയൊരു പേടി തോന്നിയതുകൊണ്ട് ഞാൻ പപ്പേനെ കൂടി വിളിച്ച് അവിടെ ഇരുത്തിയത്. അതല്ലെങ്കിൽ ഞാൻ പപ്പേനെ ശല്യപ്പെടുത്തത്തില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാന്ന് പറ. അപ്പോൾ രാവിലെ ഇനി അപ്പോയിൻമെൻറ്റിന് പോവാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്താണ് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പല്ല് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ടൂത്താണ്. അപ്പോൾ അത് സർജറി ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എല്ലാം കൂടി മൊത്തത്തിലൊരു എന്താണ് സന്തോഷവും സങ്കടവും ഒക്കെയാണ്. എനിക്കൊരു ടെൻഷനുണ്ട്. ഞാനിപ്പോൾ പോയി പല്ലിൻ്റെ കാര്യം ചെയ്താൽ പിന്നെ ഇനിയൊന്നും എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ, പട്ടിണിയാകുമോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ഈ വേദനയും ഒന്നും നീരുമൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് പിടിച്ചു വെച്ചുകൊണ്ട് അത് നമുക്ക് അധികം ദിവസം ഇരിക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ ഫുള്ള് ഈ ഒരു വീട്ടിലുള്ള ദിവസങ്ങൾ ഫുള്ള് ഞാൻ നൈറ്റിയിലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലിടാനായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. മമ്മിയുടെ നൈറ്റികൾ തന്നെയാണ് കേട്ടോ വീട്ടിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ നേരം വെളുക്കുക ഒരു 5:45 ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ചൂടും ഇല്ല തണുപ്പും ഇല്ല, നല്ല രസമുള്ളത്. ഇതൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് എനിക്ക് നൊസ്റ്റാൾജിയാണ്. ഭയങ്കരമായിട്ട് എന്താണ് സങ്കടവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ തിണ്ണയുടെ അറ്റത്ത് ഇരിക്കുക. പണ്ടൊക്കെ ഇതൊന്നും നമുക്ക് അറിയത്തില്ല. തിണ്ണയുടെ അറ്റത്തോ മൂലയ്ക്കോ എവിടെയെങ്കിലുമൊക്കെ പോകുന്നിരിക്കുന്നതിന് വലിയ വലിയ കാര്യങ്ങളായിട്ടൊന്നും അന്നൊന്നും കരുതിയിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടാണ്. ഇപ്പം നാട്ടിൻപുറത്തെ കുറേ കാഴ്ചകളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. രാവിലെ പാലുമായിട്ട് സ്റ്റോറിൽ പോകുന്ന കുറേ ആൾക്കാരൊക്കെ അതിലേ പോയി, പള്ളിയിൽ പോകുന്ന ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. പിന്നെ നമ്മുടെ കാക്കയും കിളികളും അതുങ്ങളുടെ സൗണ്ടും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ മുല്ലയൊക്കെ
പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം മുല്ലപ്പൂവിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ചെരുപ്പില്ലാണ്ട് നമ്മുടെ ചരലിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാല് അത്യാവശ്യം നല്ല വേദന എടുത്തു കേട്ടോ. പണ്ടൊക്കെ ചെരുപ്പില്ലാണ്ട് ഇതുവഴിയൊക്കെ ഓടിച്ചാടി നടന്നുകൊണ്ടിരുന്ന ഞാനാണിപ്പം. നമ്മളെപ്പോഴും ഫുൾ ടൈം ചെരുപ്പ് ഉപയോഗിച്ചും പിന്നെ ഈ കാർപ്പറ്റിൻ്റെ മുകളിലൊക്കെ നടന്നും കാലിലേക്ക് അത് നോർമലി മണ്ണിൻ്റെ മുകളിലേക്കല്ല ചരലിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കാലിലേക്ക് ഷാർപ്പായിട്ട് ഇത് കുത്തിക്കയറുന്ന പോലെ ഭയങ്കര വേദനയാണ് കേട്ടോ. എന്നാലും അതിനും ഒരു രസം ഉണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ട് ഞാനതൊക്കെ ഓക്കെ ആയിട്ട് എടുത്തു കേട്ടോ. നടന്ന് കാലിലൊക്കെ തഴമ്പ് വെപ്പിച്ചു. പക്ഷേ ഭയങ്കര ടിങ്ക്ലിങ് സെൻസേഷൻ ആയിരുന്നു കേട്ടോ ആദ്യം അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ. അതുകൊണ്ട് പതുക്കെ ഇത് ശരിയാവില്ലെന്ന് തോന്നിക്കൊണ്ട് തിരിച്ച് അവിടെ തന്നെ കയറിപ്പോന്നിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. വെറുതെ വഴിയിലൂടെ പോകുന്ന ആൾക്കാരെ മായി നോക്കി മരത്തിൻ്റെ മുകളിൽ കൂടിയും കിളികളെയും അതും ഇതുമൊക്കെ നോക്കി ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 5:30 തൊട്ട് 7:30 വരെ 1-2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ ഇടയ്ക്ക് അതിലേക്ക് എണീറ്റ് നടക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ. എന്നാലും ആ ഒരു വൈബ്, ആ നേരം ഇങ്ങനെ വെളുത്ത് വരുന്നതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ എത്ര ആസ്വദിച്ചിട്ടും തീരുന്നില്ല. എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര നഷ്ടബോധമാണ്. ഇതൊക്കെ എനിക്ക് മിസ്സായല്ലോ, ഇത്രയും വർഷങ്ങൾ ഇതൊക്കെ മിസ്സായിപ്പോയി. ഇനി അങ്ങോട്ട് ഈ നമ്മുടെ നാട്ടിലെ എന്താണ് പ്രഭാതം, നാട്ടിലെ മോർണിംഗ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭംഗി, അതെന്നും സ്വന്തമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്കതൊക്കെ മിസ്സായല്ലോ എന്നൊക്കെ ഓർത്ത് അതിൻ്റെ സങ്കടത്തിലും ഒക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചായ കുടിയും പരിപാടികളും ഒക്കെ ഇങ്ങനെ തകർത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പപ്പ ഹോസ്പിറ്റലിൽ പോരുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഷർട്ടൊക്കെ തേക്കുകയും അതും ഇതൊക്കെയായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് നാട്ടിൽ ഞാൻ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും സാരി ഉടുത്തുകൊണ്ട് പോകുന്നത് പപ്പയായിരുന്നു കേട്ടോ. എൻ്റെ സാരിയൊക്കെ പശയൊക്കെ മുക്കി തേച്ച് തരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ ഡ്രസ്സ് ഏതാ തേക്കാനുള്ളതെന്നൊക്കെ ചോദിച്ച് അതൊക്കെ എടുത്ത് പപ്പ തേച്ച് തന്നു. പിന്നെ രാവിലെ പുട്ടും പഴമായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ ഒന്നാമത് വയ്യ, കഴിക്കാൻ മേല. അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് വിശപ്പുമില്ല. ഇത്ര രാവിലെ എങ്ങനെ വിശക്കാനാണ്. പിന്നെ ഇനി പല്ലെടുത്ത് കഴിഞ്ഞൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ശകലം അങ്ങനെ കഴിക്കുക ചെയ്തേ. നമ്മുടെ പാളയംകോടൻ പഴം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പഴം പണ്ടൊട്ടും ഇഷ്ടമില്ലായിരുന്നു, പിന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പഴമാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടി ഒരു 1-2 വായ ഇങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. കാർ അവിടെ മുഴുവനായിട്ടും കിടപ്പുണ്ട്. പക്ഷേ ഡ്രൈവിങ് അറിയത്തില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഡ്രൈവിങ് പഠിച്ചില്ലല്ലോ എന്നോർത്ത് സങ്കടമൊക്കെ തോന്നിയൊരു സമയമായിരുന്നു കേട്ടോ അത്. പലയിടങ്ങളിലേക്കും ഓരോ ചെറിയ സ്ഥലത്തേക്കും പോകുമ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. വണ്ടി ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരാൾ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആവും എന്നുള്ളത് റിയലൈസ് ചെയ്തൊരു സമയമായിരുന്നു കേട്ടോ. നമ്മൾ കാരിത്താസിലൊക്കെ വന്നതിന് ശേഷം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നിരുന്നിട്ട് ചായ കുടിക്കുവാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഫറ്റീരിയ പോലത്തെ ഒരു സംഭവം. അപ്പോൾ അവിടുന്ന് പല്ലൊക്കെ പറിച്ചെടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഇത് പല്ല് എന്താണ് കുറച്ച് പ്രശ്നമായിരുന്നു, എടുക്കാനൊക്കെ കുറേ സമയമെടുത്തു. എന്തായാലും ഇനിയിപ്പം 1-2 ആഴ്ചയും കൂടി ഇവിടെ ഉണ്ട്. മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഹീലിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സിക്ക് ലീവും കാര്യങ്ങളുമൊക്കെ. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലിലെ സംഭവങ്ങൾ കഴിഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരത്തിൽ ബ്രെഡ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ കൊടുത്തു കേട്ടോ. വലിയ കാര്യമായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അടിപൊളിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നറിഞ്ഞിട്ട് വന്നാട്ടോ. എനിക്ക് കുടിക്കാൻ കുറച്ച് കള്ളൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ പല്ല് പറിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കള്ള് കുടിക്കാൻ പേടിയായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.